ഹലോ ഗൈസ്, SKV ഇൻസൈറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളായി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്, എസ്പെഷ്യലി ഒരു സിനിമയുടെ ഒരു കണ്ടന്റൊക്കെ ചെയ്തിട്ട് എനിക്ക് ഒരുപാട് നാളായി തോന്നുന്നു. ലാസ്റ്റ് ചെയ്ത ഡൈസീറയുടെ ട്രെയിലറായിരുന്നു. ആ സിനിമ എനിക്ക് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. ഒരു അത്യാവശ്യം ഒരുപാട് തിരക്കുകളും പെട്ടുപോയി. ഫൈനലി ഞാനിപ്പോൾ ഇനി അങ്ങോട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വളരെയധികം സജീവമായിട്ട് തന്നെ എത്താൻ പോവുകയാണ്. ഒരുപാട് കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് എത്തും. അപ്പോൾ എന്തായാലും ഇന്നത്തെ സബ്ജക്റ്റ് നമുക്ക് മറ്റൊന്നുമല്ല, കളം കാവൽ ട്രെയിലർ. മമ്മൂക്ക നായകനായിട്ട് വരുന്ന, മമ്മൂക്ക മാത്രമല്ല വിനായകൻ മമ്മൂക്കയല്ല നായകൻ, മമ്മൂക്ക വില്ലൻ ആണ്. വിനായകൻ നായകനായിട്ട് വരുന്ന മമ്മൂക്ക വില്ലൻ ചിത്രം. ജിതിൻ ജോസ് ആണ് സംവിധാനം. നമ്മുടെ കുറുപ്പൊക്കെ അതിൻ്റെ സിനിമാറ്റോഗ്രാഫറായിരുന്നു ജിതിൻ കെ ജോസ്. അപ്പോൾ ആളുടെ ഒരു ഡയറക്ഷനിൽ വരുന്ന ഫസ്റ്റ് ഡയറക്ടോറിയൽ മൂവി ആണ്. വളരെയധികം ഞാനിതിൻ്റെ ടീസർ റിയാക്ഷൻ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം അതിൻ്റെ സോങ് നീള എന്നുള്ള സോങ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 70s നമ്മളെ ഇളയരാജ ഒക്കെ ചെയ്തിരുന്ന പോലത്തെ ഒരു സോങ്, അങ്ങനെയൊക്കെ ഒരു സോങ് ആയിരുന്നു അത്. അപ്പോൾ എനിക്ക് നമുക്ക് ട്രെയിലറിലൂടെ ഒന്ന് പോയി നോക്കാം. 27th റിലീസാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നമുക്ക് എന്തായാലും ട്രെയിലർ കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. മമ്മൂട്ടി കമ്പനി beneath can't be suppressed forever. SJ ഏതൻ. അത് വല്ലാത്തൊരു കഥയാണ്. വിനായകൻ മമ്മൂട്ടി. വർഗീയകലാപത്തിന്റെ തായ്വേരുകൾ തേടിച്ചെന്ന കേരള പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ അവിചാരിതമായി തുറന്നു കിട്ടിയ ഞെട്ടിക്കുന്ന തെളിവുകൾ തിരഞ്ഞ് ഒടുവിൽ തങ്ങൾ എത്തി നിൽക്കുന്നത് ഒരു മഞ്ഞുമലയുടെ അറ്റത്താണ് എന്ന് തിരിച്ചറിഞ്ഞു അവർ നടത്തിയ അസാധാരണമായൊരു കുറ്റാന്വേഷണത്തിന്റെ കഥ. അതാണ് ഫ്രെയിംസ് ഒക്കെ കിട്ടു. മൊക്ക റിങ് അസാധ്യ ട്രെയിലർ, ഒന്നും പറയാനില്ല. പ്രത്യേകിച്ചും ഈ സിനിമയുടെ ഈ ട്രെയിലറിനകത്ത് വരുന്ന കുറേ ഫ്രെയിംസൊക്കെ കിടുവായിട്ടുണ്ട്. ആ ലാസ്റ്റ് മമ്മൂക്കയെ കാണിക്കുന്നതിന് മുൻപ് ആ ഒരു കട്ട്സ് കിടുവായിട്ടുണ്ട്. പിന്നെ മമ്മൂക്ക ഒരു 5 സെക്കൻഡ് ഈ ഒരു ട്രെയിലറിനകത്ത് വന്നിട്ടുള്ളൂ. എനിക്കൊന്ന് ടീസറിലും വളരെ കുറച്ചേ കാണിച്ചിട്ടുള്ളൂ. കൂടുതലും വിനായകൻ ഒക്കെയാണ് കൂടുതൽ ആ റോള് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒരു ചിന്തയിൽ വരുന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായാലും മമ്മൂക്കയുടെ റോള് അറിയാലോ, ഒരു വില്ലൻ റോള് തന്നെയായിരിക്കും. അപ്പോൾ ആ റോള് കുറച്ച് നമ്മൾ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്ത് ഒരു ഇൻ്റർവൽ പഞ്ചിലോ അല്ലെങ്കിൽ ഒരു 1 hour കഴിഞ്ഞ് ഒരു കിടിലൻ ഒരു എൻട്രി നമുക്ക് പ്രതീക്ഷിക്കാം. മമ്മൂക്ക ഫാൻസിനെ കൈയടിച്ച് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു സാധനം പ്രതീക്ഷിക്കാമെന്നാണ് എനിക്കും തോന്നുന്നത്. പിന്നെ വിനായകൻ്റെ കാര്യം എടുത്തു പറയണം. കാര്യം അദ്ദേഹം നായകനായിട്ട് വരുന്ന സിനിമയാണ്. അദ്ദേഹത്തിൻ്റെ പിന്നെ സിനിമയ്ക്കകത്തുള്ള പെർഫോമൻസിനെ പറ്റി കൂടുതൽ സംസാരിക്കേണ്ട കാര്യമേ ഇല്ല. നമ്മൾ ജയിലർ എന്ന സിനിമ എടുത്ത് കണ്ടതാണ്. അതിനകത്ത് വില്ലൻ ഓപ്പോസിറ്റ് കണ്ട രജനീകാന്തിനെ പോലും വിറപ്പിച്ചിട്ട് വില്ലനായിരുന്നു. പക്ഷേ ഇവിടെ അദ്ദേഹം നായകനാണ്. ഓപ്പോസിറ്റ് മമ്മൂക്കയ്ക്കെതിരെയാണ് ആളുടെ ഒരു പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. രണ്ടുപേരും തമ്മിൽ മത്സരിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് കൂടുതലായിട്ട്. പിന്നെ ഒരു റിയൽ ഇൻസിഡൻറ്റ് സ്റ്റോറിയാണെന്നുള്ളത് നമുക്ക് ഓൾറെഡി കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് എത്രത്തോളം ഈ സിനിമ ജനങ്ങളിലേക്ക് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഞാൻ പറഞ്ഞ പോലെ അതിന് മുൻപ് കഴിഞ്ഞ ദിവസം ഒരു സോങ്ങൊക്കെ റിലീസായിരുന്നു. അതൊക്കെ കിടിലനായിരുന്നു, ഒരു രക്ഷയില്ലാത്തൊരു സോങ് ആയിരുന്നു. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ആ ട്രെയിലർ ഇറങ്ങി. ഇനിയിപ്പോൾ നാളെ കാന്ത റിലീസ് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ട്രെയിലറിൽ എനിക്കൊന്ന് കാണുന്നുണ്ട്. എന്തായാലും ട്രെയിലറിൽ തിയേറ്ററിലൊന്നും ആ ഒരു റെസ്പോൺസ് എനിക്കൊന്ന് കേൾക്കണമെന്നുണ്ട്. എന്തായാലും ഫസ്റ്റ് ഷോ ഉറപ്പിച്ചിരിക്കുകയാണ്. FTFS November 27 ഞാൻ കണ്ടിരിക്കും. അത്ര ഏറെ പ്രതീക്ഷയുള്ള സിനിമയാണ്. ഗുഡ്. നമുക്ക് ഇങ്ങനത്തെ, അതായത്
മമ്മൂക്ക ഈ വർഷം 2 സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഡൊമിനിക് അതുപോലെ ബസൂക്ക. എനിക്ക് രണ്ടും അത്ര വലിയൊരു അത്ര വലിയ സിനിമയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു വന്നിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ എന്താ പറയുക, അത് കഴിഞ്ഞ് സ്റ്റേറ്റ് അവാർഡ് അടിച്ചെടുക്കുന്നു. അത് കഴിഞ്ഞതാ കിഡ്ലൻ ട്രെയിലർ നമുക്ക് തന്നിരിക്കുന്നു. ഇനിയൊരു കിഡ്ലൻ ഒരു ഹിറ്റ് തന്നെ തരട്ടെ എന്നും ആശംസിക്കുന്നു. ഇനി എന്തായാലും ഇതിൻ്റെ ഒരു സെക്കൻഡ് ട്രെയിലറോ അല്ലെങ്കിൽ ഒരു തിയേറ്ററിക്കൽ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ്സ് നമുക്ക് കൂടുതലായിട്ട് വരും. അത് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ഞാൻ എത്തുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ